പണത്തോട് അത്യാർത്തിയുള്ള രാമു അവന്റെ ഗ്രാമത്തിൽ ഒരു ദൈവം പ്രത്യക്ഷപ്പെടും. കുറേ പാത്രങ്ങൾ, പല വലുപ്പത്തിലുള്ള പാത്രങ്ങളുമായിട്ടാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പാത്രങ്ങൾ ചൂസ് ചെയ്യാം, പക്ഷേ പാത്രം നിറഞ്ഞതിന് ശേഷമേ ആ പണം നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. രാമു ആവട്ടെ കേട്ടതും ഓടിപ്പോയിട്ട് ഏറ്റവും വലിയ പാത്രം തന്നെ സെലക്ട് ചെയ്തു. ബാക്കി എല്ലാവരും അവനവൻ്റെ പൊന്തിക്കാൻ കഴിയുന്നതും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതായിട്ടുള്ള പാത്രങ്ങളാണ് ചൂസ് ചെയ്തത്. ആഴ്ചകൾക്കുള്ളിൽ എല്ലാവരുടെ പാത്രവും നിറയുകയും ആ പണമെല്ലാം എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. ബിസിനസ്സൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. എന്നാൽ ദാമുവിൻ്റെ പാത്രം വർഷങ്ങളെടുത്തിട്ട് നിറയുന്നില്ല. ദാമു കുറേ പണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആ പാത്രവും നോക്കി വർഷങ്ങളോളം അതിനു ചുറ്റും ഇരിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ പണം എന്ന് പറയുന്നത് ആർത്തിയുള്ള ഒരാളുടെ പാത്രത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ എത്ര ലഭിച്ചാലും അവന് തൃപ്തിയോടെ ജീവിക്കാൻ കഴിയില്ല. പണം എന്നതിനെ എപ്പോഴും തൃപ്തിയോടെ ഉപയോഗിക്കുന്നവന് മാത്രമേ പണം കൊണ്ട് ഉപയോഗമുള്ളൂ. അതുപോലെ പണത്തോടുള്ള ആർത്തി നാശത്തിന് കാരണമാവുമെന്നതും മനസ്സിലാക്കുക.